സുറിയാനി ഭാഷ ഇന്ന് കേരളത്തിലെ യാക്കോബായ, മർത്തോമ, കത്തോലിക്ക, സീറോ മലബാർ മുതലായ സഭകൾ കുറേശ്ശെയായിട്ടും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സഭ, കർത്തായ സുറിയാനി സഭ, പ്രധാനമായിട്ട് നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കുന്നത് ഈ പുസ്തകങ്ങളിൽ കൂടെയാണ്. ഇവിടെയുള്ള ചില പുസ്തകങ്ങൾ, കയ്യെഴുത്തുകൾ ലോകപ്രശസ്തമാണ്. ലോകത്തിലെ പല പണ്ഡിതന്മാരും അത് കാണുവാനും അതിനെക്കുറിച്ച് വായിക്കുവാനൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. ആയതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ മാനസ്ക്രിപ്റ്റ്സ്, സിറിയക് മാനസ്ക്രിപ്റ്റ്സ്, കയ്യെഴുത്തുകൾ, അത് പ്രധാനപ്പെട്ടതാണെന്ന് സുറിയാനി പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. ഇവിടെയുള്ള പുസ്തകങ്ങൾ കാണാൻ അവർ വരുന്നു, പഠിക്കുന്നു, നാം അതിൽ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ പിതാക്കന്മാരെ സൂക്ഷിച്ചു വെച്ചു. ആയതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നമ്മുടെ സഭയ്ക്ക് അവകാശപ്പെടാനായിട്ടുള്ളതാണ് ഈ പുസ്തകങ്ങൾ. ഇതിൻ്റെ വിശ്വാസം നമ്മുടെ സഭയുടെ വിശ്വാസമാണ്. മാത്രമല്ല, ഇവിടെ മാത്രമല്ല, കേരളത്തിന് വെളിയിലും ഈ പുസ്തകങ്ങൾ ഒരേ വിശ്വാസത്തെ നമ്മെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് ഹുദ്ര എന്നൊരു പുസ്തകമുണ്ട്. 1500ഓളം പേജുണ്ട് ഒരു പുസ്തകം. ആ ഹുദ്ര സഭയുടെ വിശ്വാസത്തെ, പ്രാർത്ഥനകളെ ക്രോഡീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ പഴക്കം അതുകൊണ്ട് തന്നെ അംഗീകരിക്കപ്പെടുകയാണ്. ഇന്നലെ ഉണ്ടായ ഒരു പുതിയ സഭയല്ല, പുരാതനമായിട്ടുള്ള സഭ തന്നെയാണ്. ആയതുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് അഭിമാനിക്കാം. ഈ വിശ്വാസത്തെ നാം ഇന്ന് സംരക്ഷിച്ചു പോരുന്നു. നമ്മുടെ കയ്യെഴുത്ത് കോപ്പികളിൽ കൂടി അത് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് തീരുന്നു. നമ്മുടെ സഭയുടെ ചരിത്രം സുറിയാനി ഭാഷയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ പല പ്രാർത്ഥനകളും സുറിയാനിയിലായതുകൊണ്ടും ഇന്ന് അതിൻ്റെ പ്രാധാന്യമുണ്ട്, നാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് നമ്മ മറ്റുള്ള പണ്ഡിതന്മാരെ ഇവിടേക്ക് ആകർഷിക്കുന്നുമുണ്ട്. ആയതുകൊണ്ട് ഈ സഭയുടെ ചരിത്രത്തിൽ ഹുദ്ര എന്ന് വെച്ചാൽ സൈക്കിൾ എന്നൊക്കെയാണ് അർത്ഥം. പ്രാർത്ഥനകളുടെ കൂട്ടം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് നാം കാണുകയും അവകാശപ്പെടുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് ഈ അരമനയിൽ ഇങ്ങനെ സുറിയാനി കയ്യെഴുത്തുകൾ ഉണ്ട് എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കതിൽ അഭിമാനം കൊള്ളാം. നമ്മുടെ സഭയുടെ ചരിത്രം പ്രത്യേകിച്ച് ഈ പുസ്തകങ്ങളിൽ കൂടെ ലോകത്തോട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു സഭയല്ല, ഈ പുസ്തകങ്ങളിൽ കൂടെ ചരിത്രം വ്യാഖ്യാനിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ആയതുകൊണ്ട് നമുക്ക് ഈ പുസ്തകങ്ങളെ ആധാരമാക്കിയിട്ട് നമ്മുടെ ചരിത്രം പഴയതാണെന്നും
അവകാശപ്പെടാൻ നമുക്ക് അവസരമുണ്ട്. ആയതുകൊണ്ട് നമുക്ക് ഈ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ വിശ്വാസത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടേതായതുകൊണ്ട് നമുക്ക് നമ്മുടെ പഴമ അവകാശപ്പെടാം. വെറുതെ പറയുന്നതല്ല. രേഖകൾ, പുസ്തകങ്ങൾ, കയ്യെഴുത്തുകൾ ഇവയെല്ലാം ഈ ചരിത്ര സത്യത്തെ സൂചിപ്പിക്കുന്നു. നാം ഇത് പഠിക്കാനും കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ സുറിയാനി പഠിക്കാനും കാത്തു സൂക്ഷിക്കാനും പരിശ്രമിക്കുന്നൊരു സഭയാണ് നമ്മളിതെന്ന് ലോകം മുഴുവൻ അറിയും. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. ആയതുകൊണ്ട് തൃശ്ശൂർ സഭയെ, കൽദായ സുറിയാനി സഭയെ അതിൻ്റെ പുസ്തകങ്ങളിൽ കൂടെ ഇന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാം, ഇത് പുരാതന സഭയാണെന്നുള്ളത് ഈ രേഖകൾ, ഈ പുസ്തകങ്ങൾ തെളിയിക്കുന്നു. കൂടുതൽ കൂടുതൽ പഠിക്കുന്നതോറും ഈ പുസ്തകങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇതൊരു പുരാതന സഭയാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ നമുക്ക് പറയാനൊന്നുമില്ല. ഇതിവിടെ ഉള്ളതുകൊണ്ട് ഇതൊരു പുരാതന സഭയാണെന്ന് അവകാശപ്പെടാം. ആയതുകൊണ്ട് ഈ സുറിയാനി പുസ്തകങ്ങൾ നമുക്ക് പഠനത്തിൽ തന്നെ കൂടുതൽ മറ്റ് സഭകളുമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ഇതാണ് ഈ സഭയുടെ പൗരാണികത്വം. ഇത് ഇവിടെ ഉള്ളതാണ് ഈ പുസ്തകങ്ങൾ. നമുക്ക് കൂടുതലായിട്ട് പഠിക്കണം. നമുക്കും പഠിക്കുന്നത് സുറിയാനിയിലുള്ള പ്രാധാന്യം വേണ്ടുമെന്നും നാം മനസ്സിലാക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കുമ്പോൾ ഈ പുസ്തകങ്ങളെ അവകാശപ്പെടാൻ പുരാതനത്വം നമുക്ക് ഉണ്ട്. ഈ പുസ്തകങ്ങളിൽ കൂടെയും ഇതിൻ്റെ കാനൂൻ നിയമങ്ങളിൽ കൂടെയൊക്കെ കേരളത്തിലെ കൽദായ സഭ പുരാതന സഭയാണെന്ന് വിളിച്ച് അറിയിക്കുന്നു. ഈ വലിയ സുറിയാനി പുസ്തകം, കയ്യെഴുത്ത്, 1500ഓളം പേജുള്ളത് ഇപ്പോൾ പുരാതനമായിട്ടുള്ള കയ്യെഴുത്തിൻ്റെ ശേഖരത്തിലെ പ്രധാനമായിട്ടുള്ളതാണ്. ഇത് 1895 എന്ന് വെച്ചാൽ AD 1585 അല്ലെങ്കിൽ മലയാളം ഇയർ 761 അല്ലെ കയ്യെഴുത്ത് പൂർത്തിയാക്കി എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കോതമംഗലത്ത് വെച്ച് പകർത്തിയതാണ്. സൈമൺ മാർ ഷിമോൻ, കത്തോലിക്കോസ് പാട്രിയാർക്ക് ഓഫ് ദി ഈസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിംഹാസനം
എന്നും നിലനിൽക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ അഭിമാനമായിട്ട് ഈ പുസ്തകം കണക്കാക്കുന്നു. മാർ അബ്രഹാം എപ്പിസ്കോപ്പ മെട്രോപൊളിറ്റൻ ഓഫ് ഇന്ത്യ, who is an alert administrator, wonderful head, excellent judge, careful captain, and the true shepherd. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇത് പകർത്തി എഴുതിയത്. ഈ മാനുസ്ക്രിപ്റ്റ് കാണാനായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നും ആളുകൾ ഇവിടെ വരികയും ഇത് മറച്ചു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ കൈയക്ഷരം എത്രയോ മനോഹരമാണെന്ന് സുറിയാനി ഭാഷ അല്പമെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ആയതുകൊണ്ട് ഈ പുസ്തകം, ഈ കയ്യെഴുത്ത് കോപ്പി വളരെ വിലയേറിയ ഒരു ചരിത്ര സത്യമാണ് ഈ പള്ളിക്ക് വിളിച്ചു പറയുന്നത്. ആയതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം വലിയ പടങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ തരത്തിൽ ചില കാര്യങ്ങൾ പടം രൂപത്തിലും ഇതിൻ്റെ പേജുകളിൽ വന്നിട്ടുണ്ട്. സഭയുടെ ചരിത്രം വിളിച്ചു പറയാൻ ഈ വലിയ പുസ്തകം, അതിൻ്റെ ഉള്ളടക്കം നമ്മെ സഹായിക്കുന്നു. എത്ര നല്ല കൈയെഴുത്ത് കേരളത്തിലെ പള്ളികളിൽ കണ്ടെത്തുക പ്രയാസമാണ്. ഇത് ചരിത്രം പറയുന്നു, ഇന്നാളുടെ കാലത്ത് ഇത് പകർത്തി. അപ്പോൾ ഈ പുസ്തകം അതിൻ്റെ ഉള്ളടക്കം ചരിത്ര സത്യങ്ങളായിട്ട് നിലകൊള്ളുന്നു. ആയതുകൊണ്ട് വേറൊരു പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. ഇതൊരു പുസ്തകം മാത്രമേ ഉള്ളൂ ഇത്ര വലിയതായിട്ട്. പക്ഷെ ഇതിനേക്കാൾ ചെറിയ പുസ്തകങ്ങളും 1000 പേജ്, 800 പേജ് മുതലായ വലുപ്പത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ട്. ഇത് തൃശ്ശൂർ പള്ളിയുടെ ചരിത്രം വ്യക്തമാക്കുന്ന രേഖയാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ മാനുസ്ക്രിപ്റ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് വളരെ വലിയത്, എല്ലാവരും ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞു വരാറുണ്ട്. ഇത് സഭയുടെ ചരിത്രം വ്യക്തമാക്കുന്ന ഒരു രേഖയാണ്.
ഇത് ഏത് കാലത്തൂടെ വന്നു മുതലായ വിശദീകരണങ്ങൾ ഞാൻ അസീറിയൻ മാനുസ്ക്രിപ്റ്റ്സ് ഇൻ ഇന്ത്യ എന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ കൂടെ വ്യക്തമാക്കുന്നുണ്ട്. സഭയുടെ ചരിത്രം വ്യക്തമാക്കാനായിട്ട് ഈ പുസ്തകം, ഈ വലിയ പുസ്തകം, ഇതിൽ പറയുന്ന മറ്റു പുസ്തകങ്ങൾ എന്നും വിലപ്പെട്ടതായിട്ട് നിലകൊള്ളുന്നു. തൃശ്ശൂർ പള്ളി കയ്യെഴുത്ത്, അവിടുത്തെ സുറിയാനി ഗ്രന്ഥങ്ങൾ, ഇവ എന്നും പണ്ഡിതന്മാർക്ക് വളരെ വിലയുള്ളതായിട്ടുള്ള രേഖയായിട്ട് നിലകൊള്ളുന്നു. ആയതുകൊണ്ട് തൃശ്ശൂർ പള്ളിയുടെ ചരിത്രം പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഈ പുസ്തകം വായിച്ചു നോക്കുകയോ മറച്ചു നോക്കുകയോ ചെയ്യുമ്പോൾ വ്യക്തമാക്കുന്നു ഇവിടെ ചരിത്രം ഇരിക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്ക് സമ്മതിക്കേണ്ട വസ്തുതയാണ്. ഇതൊഴിഞ്ഞു മാറാൻ എളുപ്പമില്ല. ആയതുകൊണ്ട് ഈ പുസ്തകം എന്നെക്കുറിച്ചുള്ള എൻ്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകം, മറ്റു പല പുസ്തകങ്ങളും തൃശ്ശൂർ കൽദായ സുറിയാനി സഭ പുരാതനമായിട്ടുള്ളതാണെന്ന് തെളിയിക്കുന്നു. ഈ ചരിത്രം, ഈ പുസ്തകങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. ഇത് വിലയേറിയ പുസ്തകമായിട്ട് പണ്ഡിതന്മാർ എല്ലാ കാലത്തും കണക്കാക്കും. എനിക്കും പറയാനുള്ളതാണ്, ഈ പുസ്തകം, ഈ വലിയ മുദ്രാ പുസ്തകവും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഇംഗ്ലീഷിലുള്ള അസീറിയൻ മാനുസ്ക്രിപ്റ്റ്സ് എന്ന പുസ്തകമൊക്കെ നമ്മുടെ സഭയുടെ പുരാതനത്വം വിളിച്ച് അറിയിക്കുന്നതാണ്. ഈ സഭ പഴയതോ പുതിയതോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു പുസ്തകമൊക്കെ എടുത്ത് നോക്കുക, പഴയതോ പുതിയതോ എന്നറിയാൻ പറ്റും. ഇനിയും പണ്ഡിതന്മാർ ഇത് പഠിക്കുകയും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ പള്ളിയുടെ പുരാതനത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അടുത്ത കാലങ്ങളായിട്ട് ഇത് പഠിക്കാൻ, വായിക്കാൻ പണ്ഡിതന്മാർക്ക് പോലും വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ ചരിത്രം പറയുമ്പോൾ ഇത് വായിച്ചു നോക്കാം. സഭയുടെ ചരിത്രം അവിടെയുള്ള പുസ്തകത്തിൽ കൂടെ, പ്രാർത്ഥനകളിൽ കൂടെ, ആരാധനക്രമങ്ങളിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ആയതുകൊണ്ട് ഈ പ്രാർത്ഥന പുസ്തകം മറ്റും ഈ സഭയുടെ വിശ്വാസം എന്തായിരുന്നു, എന്താണ് എന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നു. നമുക്ക്
നമുക്ക് ഇതിനെക്കുറിച്ച് അഭിമാനം കൊള്ളാം. ഇതൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. ഈ പുസ്തകങ്ങൾ ആളുകൾ പഠിക്കട്ടെ. ചരിത്രത്തെക്കുറിച്ച് തർക്കിക്കുമ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കാം. തർക്കിച്ചിട്ട് കാര്യമില്ല, ഉള്ള വസ്തുതകൾ അവിടെയുണ്ട്. ആയതുകൊണ്ട് ഇതൊരു അനുഗ്രഹമായിട്ട് തീരുമെന്നും ഈ പുസ്തകങ്ങൾ, ഈ വലിയ പുസ്തകം, പിന്നെ വേറെ ചെറിയ പുസ്തകങ്ങളുണ്ട്, പിന്നെ പഠിച്ച് ഇംഗ്ലീഷിൽ ആളുകൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ എഴുതിയിട്ടുള്ള അസീറിയൻ മാനുസ്ക്രിപ്റ്റ്സ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും സഹായകരമായി തീരട്ടെ. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയേണ്ടതില്ല. ഈ പുസ്തകങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം ഒക്കെ ചരിത്രം പറയുന്നതുകൊണ്ട് അത് സഭയുടെ ചരിത്രം വ്യക്തമാക്കുന്നതാണെന്ന്. പുരാതനമായ സഭയാണിത്, കൽദായ സുറിയാനി സഭ എന്നും വ്യക്തമാണ്.